ഇപ്പോഴും എൻ്റെ അടുത്ത് പരിമള ആര് എന്നുള്ളത് ആളുകൾ ചോദിക്കാറുണ്ട്. ഉർവശി മുന്താനെ മുടിച്ച് എന്നുള്ള ഭാഗ്യരാജിൻ്റെ ചിത്രത്തിൽ പരിമളം എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രമായതുകൊണ്ട് തന്നെ ഉർവശി ആയിരിക്കാം പരിമള എന്ന് പലരും അതല്ലേന്ന് എന്നോട് ചോദിച്ചു. എന്തായാലും അത് തിയേറ്ററിൽ കണ്ട് മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണ്. വലിയ സസ്പെൻസ് ഒന്നുമില്ല എങ്കിൽ പോലും ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇതിൻ്റെ തിരക്കഥ തന്നെയാണ്. വളരെ രസകരമായ രീതിയിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. നമ്മൾ 80-90 കാലഘട്ടങ്ങളിൽ ഞാനും ഉർവശിയൊക്കെ മലയാളത്തിൽ ചെയ്തിട്ടുള്ള രസകരമായിട്ടുള്ള ചില സിനിമകൾ ഉണ്ടായിട്ടില്ലേ, അത്തരം ഒരു സിനിമ തന്നെയാണ് പരിമള ആൻഡ് കോ. അതിലേക്ക് അടുത്ത എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് 10-20 വർഷങ്ങൾക്ക് ശേഷം ഉർവശിയായിട്ട് ഒരുമിച്ചൊരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഉർവശിക്കും അത് വളരെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു. ഒരുപാട് സന്തോഷം. ഇതിനിടയ്ക്ക് പഞ്ചതന്ത്രം പോലെയുള്ള സിനിമകൾ തമിഴിൽ ചെയ്തു, ഒരു ആന്തോളജി മൂവി ചെയ്തു, പുത്തൻ പുതുക്കാലെ. പക്ഷെ അതിനേക്കാളൊക്കെ നായകനും നായികയുമായിട്ട് തന്നെ 10-20 വർഷത്തിന് ശേഷമാണ് ഒരു സിനിമ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ത്രില്ല് ഞങ്ങൾക്ക് രണ്ടുപേർക്കുണ്ടായിരുന്നു. അത് മാക്സിമം പാണ്ഡ്യരാജ് സാർ യൂട്ടിലൈസ് ചെയ്തു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ക്യാമറ ഓപ്പൺ ചെയ്ത് വെച്ച് ഞങ്ങൾക്കത് പെർഫോം ചെയ്യാനുള്ളൊരു അവസരം അദ്ദേഹം ഉണ്ടാക്കി തന്നു. ഓരോ സീനും രാവിലെ വായിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാവരും തന്നെ, സഞ്ജന, അനന്തിക, മറ്റേ ഉർവശി, ഞാൻ, എല്ലാവരും, ബാക്കി കൂടെ അഭിനയിക്കുന്ന മിഷ്കിൻ സാർ, ഒരു മാസ്റ്റർ എന്നെ 4 ദിവസം മുമ്പ് മാസ്റ്റർ രണ്ടാമതൊരു ഡാൻസ് ചെയ്യിപ്പിച്ച് ഇത് ചെയ്തുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്ന് സ്ക്രിപ്റ്റ് വായിച്ചു കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ ഇന്ന രീതി അതിനുള്ള ഫുൾ സ്വാതന്ത്ര്യം അദ്ദേഹം തരും. ஏன்னா இவங்க வந்து கிட்டத்தட்ட 25 படம் பண்ணியிருக்காங்க. அதில் நான் நிறைய படங்கள் பார்த்துருக்கேன். அதில் எங்களுக்கு ரொம்ப முக்கியமாக எங்களுக்கு பிடிச்சது பஞ்சதந்திரம், அந்த காம்போ. அதை ரசித்து ஒவ்வொரு தடவையும் இப்போவும் பார்க்கக்கூடிய ஒரு படம். இந்த காம்போ திருப்பி, ஏன்னா 20 வருஷம் ஆச்சு இவங்க பண்ணேன், திருப்பி இந்த படம் அவங்க 2 பேரும் சேர்ந்து பண்ணால் எப்படி இருக்கும் அப்படிங்கிற ஒரு ஆசையை வந்து அசிஸ்டன்ட் டைரக்டர்லாம் சொல்லும்போது இந்த காம்போ எப்படி இருக்கும் அப்படிங்கும்போது செம்மையாக இருக்கும் அப்படின்னாங்க. எப்படி தலைவன் தலைவியில் வந்து விஜய் சேதுபதி, நித்யா மேனன் அப்படின்னு சொல்லும்போது ஆர்வம் அதிகமாச்சோ, அதை விட இதில் அதிகமாக சூப்பராக இருக்கும் அப்படின்னாங்க அசிஸ்டன்ட்ஸ். அப்புறம் ஃபஸ்ட்டு ஊர்வசி மேம்கிட்ட தான் போய் கதை சொன்னேன். அவங்க சொல்லும்போது சிரிச்சுக்கிட்டே இருந்தாங்க அந்த கதையை. அவ்வளவு ஒரு கதை சொல்லும்போதே நமக்கு தெரிஞ்சிடும், ஓகே இது வந்து கன்ஃபார்மாக ஹிட் ஆகும் அப்படின்னு. அடுத்து ஜெயராம் சார்கிட்ட சொன்னேன். ஃபர்ஸ்ட் ஆஃப் கேட்கும்போதே ஊர்வசி தான் பண்ணுறாங்கல்ல, ஏன்னா அவங்க பண்ணால் தான் அது நல்லாயிருக்கும் அப்படின்னா. இல்லை சார், அவங்கள்ட்ட ஓகே பண்ணிட்டு தான் உங்கள்கிட்டயே வர்றேன் அப்படின்னோடனே அங்கேயே ஓகே பாதி கதைக்கு மேலே கேட்கல, நீங்கள் ஐடியாவை எனக்கு சொல்லுங்க போதும், நம்ம பண்ணுவோம் அப்படின்ட்டாங்க. വിട അല്ല ജയറാമേട്ട, നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ജയറാമേട്ട പറയുമ്പോൾ, ഇതിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ അലി ചോദിക്കാൻ വരുമ്പോഴേ ഞാൻ മറ്റേ റിയാക്ഷൻ റെഡിയാക്കി വെച്ചത്. 20 വർഷത്തിന് ശേഷം നിങ്ങൾ രണ്ടും ഒന്നിക്കുന്നത് നമ്മൾ ട്രെയിലർ കണ്ടപ്പോഴാണെങ്കിൽ ടീസർ കണ്ടപ്പോഴാണ് ഭയങ്കര ഫണ്ണാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് നിങ്ങൾ ചിരിക്കാതെ ഒരേ, ഇപ്പൊ പണ്ട് സാറ് പറഞ്ഞല്ലോ, ഒരു ഷോട്ട് വയ്ക്കുമ്പോൾ ജയറാമേട്ടൻ്റെ ചിരിയാണ്, ഇപ്പറ വയ്ക്കുമ്പോൾ ഉർവശിയുടെ ചിരിയായിരിക്കും. ചിരി അടങ്ങാൻ പറ്റുന്നില്ല. 20 വർഷത്തിന് ശേഷം ഒന്നിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ തന്നെ സംസാരിക്കാൻ ഉണ്ടായിട്ടുണ്ടാവും. ആ ലൊക്കേഷനിൽ വെച്ച് ഈ സിനിമയ്ക്ക് വന്ന ആദ്യം നിങ്ങൾ സംസാരിച്ച ഒരു കോമഡി എന്തായിരുന്നു? അയ്യോ, പെട്ടെന്ന് അങ്ങനെ ഒരു ദിവസം ഇന്ന സമയത്ത് ആദ്യം സംസാരിച്ചത് എന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മ വരുന്നില്ല. കാരണം ഈ 10-20 വർഷത്തിനിടയ്ക്ക് ഉർവശിയും എന്നെയും വെച്ചിട്ട് ഒരുപാട് സിനിമകൾ തമിഴിലും മലയാളത്തിലൊക്കെ ആയിട്ട് കഥ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉർവശിയുടെ അടുത്ത് പറയും, ഇത് ചെയ്യണോ? അപ്പോൾ ഉർവശി പറയും, ഒന്നുമില്ല, അത് പഴയ പോലെ തന്നെ ഇരിക്കുന്നു, അത് വ്യത്യസ്തമായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് പറയും. രണ്ടാമതൊന്ന് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു സ്പാർക്ക് വേണം എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്. തുടക്കം തൊട്ട് എല്ലാം പഴയ കാര്യങ്ങൾ തന്നെ, ഓരോന്നോരോന്ന് പറഞ്ഞ് ഞങ്ങൾ ചിരിക്കും. അപ്പോൾ ഇദ്ദേഹം കൂടെ എന്താ കാര്യം ചോദിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ നമ്മൾ ഒരു കോമഡി ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിനകത്ത് കോമഡിക്ക് വേണ്ടി ഒരു കോമഡി ചെയ്യുന്ന ഒരു സീൻ പോലും ഇല്ല കേട്ടോ. ഇതിനകത്തൊരു ഹിഡൻ ആയിട്ടൊരു കോമഡി ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഒരു ക്യാരക്ടർ പോലും തമാശയ്ക്ക് വേണ്ടി തമാശ കാണിക്കുകയോ ചിരിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്നും ചെയ്തിട്ടില്ല. ഉർവശിക്ക് ചില ഷോട്ടിലൊക്കെ ഡയറക്ടർ ഓക്കെ പറഞ്ഞാൽ പോലും ഞാൻ ഡയറക്ടറോട് പറയാറുണ്ട്, സാർ കുറച്ചും കൂടി നന്നായിട്ട് അവർ വേറെ തരത്തിൽ ചെയ്യും, ഒന്നുകൂടി എടുക്കുക. ഉർവശിയെ പറയുന്നത് എന്തിനാ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു,
പ്ലീസ് ചെയ്യൂ. കാരണം അവർക്ക് അതിനുള്ളൊരു പൊട്ടൻഷ്യാലിറ്റി ഉണ്ടെന്ന് നമുക്കറിയാം. ഒരേ ഷോട്ട് ഒരു 10 പ്രാവശ്യം എടുത്താൽ 10 ഒരേ മരിയിക്കില്ല, 10 വേറെ 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 തരത്തിൽ അഭിനയിക്കും. ഇപ്പം ഇതിൽ തന്നെ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ഡ്യരാജ് സാറിന് അറിയാം ഊർവശിയുടെ കയ്യിൽ നിന്ന്. ഇപ്പോൾ ഊർവശി എന്നെ കുടിക്കറേങ്ക കോഫി ടീ എതുവും വേണ്ട, മോര് ചോദിക്കും. ആ മോര് ചോദിക്കുന്നത് തന്നെ കട്ടിയില്ല, പണ്ണോരെ മോര് 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 വേണോ മോര്, അങ്ങനെ 10 ടൈപ്പിൽ അത് ചോദിക്കും. ആ 10 കഴിയുമ്പോൾ ഊർവശി അത് അത് 10 ടൈപ്പില് അവർ ചെയ്യുന്നത്. ജയറാമനെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഉർവശിയുടെ ഒരു പെർഫോമൻസ് ഏതായിരിക്കും ഇതുവരെ കണ്ടത്? ഇപ്പൊ അടുത്ത് നാഷണൽ അവാർഡ് കിട്ടിയ നമ്മുടെ ഉള്ളൊഴുക്ക് പത്രികയില്ല സാർ, ഉള്ളൊഴുക്ക് എന്താണ് പെർഫോമൻസ്. അത് കഴിഞ്ഞ് അത് ചെയ്തവർ തന്നെയാണോ ഇതിൽ വന്നിട്ടുള്ള ഓരോ റിയാക്ഷൻ ചെയ്യുന്നത് ഞാനിങ്ങനെ നോക്കിയിരിക്കും. കാരണം എപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ളവരോട് എന്താ പറയുക, നമ്മളറിയാതൊരു ഈ ഫാൻ എന്ന് പറയുന്ന പോലെ ഞാൻ അവരുടെ വലിയ ഫാനാണ്. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ നോക്കിയിരിക്കും. അതൊക്കെയല്ലേ നമുക്ക് ഇവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ കിട്ടുന്ന. ഇപ്പോൾ കമൽ സാറിൻ്റെ കൂടെ ഞാൻ ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട്. കമൽഹാസൻ സാറിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ അതാണ് പല ഷോട്ടുകളിലും ഞാൻ എൻ്റെ ഡയലോഗ് മറന്നു പോകും. കാരണം അദ്ദേഹം എന്താണ് ചെയ്യണമെന്ന്. കാരണം കുട്ടിക്കാലം തൊട്ട് ഇവരെയൊക്കെ നമ്മൾ സ്ക്രീനിൽ കാണുന്നതല്ലേ. അപ്പോൾ അതൊരു ഇങ്ങനെ അതിശയം പോലെ നോക്കിയിരിക്കും. അങ്ങനെ എത്രയോ പേരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം. മലയാളത്തിൽ തന്നെ എത്ര തിലകൻ ചേട്ടൻ്റെ ഓരോ സീനിലും ചിലപ്പോൾ വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലും ഒക്കെ ഞങ്ങൾ അഭിനയിക്കുമ്പോൾ ഞാൻ തന്നെ എൻ്റെ ഡയലോഗ് മറന്നു പോകും. തിലകൻ ചേട്ടൻ സോറി ഒരു പ്രാവശ്യം കൂടി എടുക്കാം. കാരണം ആ മുഖത്ത് നോക്കിയിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഡയലോഗേ മറന്നു പോകും. അങ്ങനെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരില്ലേ ഇവരൊക്കെ. ഈ കാലഘട്ടത്തിൽ ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റിയതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എൻജോയ് ചെയ്യുന്നവർ. ഇപ്പോൾ ഇതേപോലത്തെ ഒരു പ്രസ് മീറ്റ് ചെന്നൈയിലുണ്ടായിരുന്നു. അപ്പോൾ അനന്തയ്ക്ക് അന്ന് തമിഴിൽ തന്നെ സംസാരിച്ച് എല്ലാം ചെയ്യണം എന്നുള്ളത് കൊണ്ട് എല്ലാവരും കൂടി ക്ലാസ് കൊടുത്തിരുന്നു. അതുകൊണ്ട് ഞാൻ ഫുൾ തമിഴിൽ ഞാൻ അപ്പോൾ വന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു തമിഴ്, ഇന്ന് ഞാൻ തമിഴിൽ കലക്കം നോയിക്കോളൂ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ വന്ന് സംസാരിച്ച് പാണ്ഡ്യരാജ് സാറിനൊരു താങ്ക്സ് പറഞ്ഞായിരുന്നു സ്റ്റേജിൽ. എനിക്ക് இந்த மாதிரி ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്ത് നല്ല ഒരു പടം എനിക്ക് കൊടുത്ത പാണ്ഡരാജൻ സാറ് പാണ്ഡരാജരാജൻ സാറേ എനിക്ക് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞു. അത് ആദ്യം ഒരു പാണ്ഡരാജനെ വന്നുള്ളൂ, എന്നിട്ട് സോറി പറഞ്ഞിട്ട് പാണ്ഡരാജരാജൻ സാറേ സോറി. ഇങ്ങനെ ഒരു തമാശകള്. ஜெயராம் சார் வந்துட்டு அவர் லெஜெண்டரி ஆக்டர் எல்லாருக்கும் தெரியும். பட் நான் வந்துட்டு அவரோட டான்ஸ் வந்து மிகப்பெரிய ரசிகன் நான். பிகாஸ் தமிழில் வந்துட்டு ஏரோப்ளைன் பறக்குது பாரு அது பாட்டு ஒன்று எனக்கு ரொம்ப ரொம்ப பிடிக்கும். ஆக்சுவலாக இங்கே மலையாளத்தில் நீங்கள் சன்ன என்ன படம், நீங்களும் சன்ன ஒரு படம் பண்ணிக்கல. அதில் பண்ண வேண்டிய நான் சாங்கு. பட் நான் ஆக்சுவலாக டேட் சம்மந்தம் இல்லைன்னா நான் பண்ணல. பட் நான் அப்போ வந்துட்டு காளிதாஸ்கிட்ட சொன்னேன், காளி உன்னை விட உங்கள் அப்பா வந்துட்டு பயங்கரமான டான்ஸரு, அவருக்கு இப்போ உனக்கு பண்ணணும்னு ஆசை இல்லை, எனக்கு அவருக்கு கொரியோ பண்ணணும்னு ஆசை. பட் மிஸ் ஆகிடுச்சு. கண்டிப்பாக நெக்ஸ்ட் ஏதாவது மூவியில் பண்ணணுன்னு ஆசைப்பட்டுங்க. அப்போது இந்த ஆடியோ லான்ச் அப்போ வந்து நான் சாரை கேட்டேன், சார் இது மாதிரி ஒரு கண்டென்ட் இருக்குது சார், பண்ணலாமா? எனக்கு வந்துட்டு உங்களை வந்துட்டு அந்த டான்ஸ் ரீக்ரியேஷன் ஆடணும்னு எனக்கு ரொம்ப ஆசைன்னு സാർ வந்து ഭയങ്കര എക്സൈറ്റഡ് ആയി. അയ്യോ പണലാം മാസ്റ്റർ. ഇല്ല, അങ്ങനെ ഇത് നമ്മൾ പറയുമ്പോൾ എന്തോ ഇത് ഭയങ്കരമായിട്ടുള്ളൊരു അങ്ങനെ ഇല്ല കേട്ടോ. അല്ലേ, ഇത് വളരെ സട്ടിലായിട്ട് അത് ഒരുപാട് സീനുകളുണ്ട്. ഇപ്പോൾ ഞാനത് ഒരെണ്ണമായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. ഇപ്പം ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ചോദിച്ചാൽ ഒരു പാലക്കാട് എപ്പിസോഡുണ്ട്. ഒരു 2 റീൽ ഫുള്ളായിട്ട് ഞങ്ങൾ പാലക്കാട് റിങ്സിന് വേണ്ടി പോകുന്നതാണ്. അപ്പം അത് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തതാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അറിയില്ല. നമ്മുടെ ആൾക്കാർ, നമ്മുടെ ഇവിടുത്തെ സിറ്റുവേഷൻ, നമ്മുടെ ഇവിടുത്തെ ഇതെല്ലാം കൂടിയിട്ട് അത് ബ്ലെൻഡായി വന്നപ്പോൾ അത് ഭയങ്കര തമാശയായിരുന്നു. ഉർവശി, ഞാൻ, ബാക്കി ഇതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാ ആർട്ടിസ്റ്റുകളും അവിടെ പാലക്കാടുണ്ടായിരുന്നു. எங்க 2 பேருக்குமே காமெடி வந்துட்டு ஃபர்ஸ்ட் டைம் நாங்க ஃபுல் ஃப்ளெஜ்ட் அந்த மாதிரி ட்ரை பண்றதுனால 2 லெஜெண்ட்ஸ் செட்ல இருக்கும் போது என் பாண்டியராஜ் சாரோட கைடன்ஸ் இருக்கும் போது எங்களுக்கு ரொம்ப ஈஸியாகவும் நிறைய லெசன்ஸோட நிறைய மெமரிஸோட அமைஞ்சது. ஸோ ரொம்ப സ്പെഷ്യലാണ് ഫിലിം ഇത്. അനന്തിക ഇപ്പം തമിഴ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം
ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആരാണ്? ദിവസം തമിഴിപ്പം പഠിക്കാനായാലും അല്ലെങ്കിൽ ഇപ്പം തമിഴിന്റെ പ്രൊണൗൺസിയേഷൻ കാര്യങ്ങളൊക്കെ ആയാലും ഉറുഷി മാമൊക്കെ ആയാലും സപ്പോർട്ട് ചെയ്തിരുന്നു. ഓൾസോ ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്ന സമയത്തൊക്കെ? തമിഴ് ആദ്യമായിട്ടല്ല ചെയ്യുന്നത്, പക്ഷെ ഡയലോഗ്സ് കുറേ ആയിട്ട് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ സാറും ഉറുഷി മാമും മലയാളി ആയതുകൊണ്ട് എന്നെ കുറേ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് അവിടെ ADs ഉണ്ട്, ദിവ്യ എന്ന് പറഞ്ഞൊരു അക്കയുണ്ട്, ആ അക്ക അത് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ പോണതിന് മുന്നേ ഒരു ഡേ മുന്നാടി നമ്മൾ പഠിച്ചിട്ട് ഡയലോഗ് എല്ലാം പഠിച്ചിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് പോകുന്നത്. ഇതിലൊക്കെ എങ്ങനെയാണ് എത്തിപ്പെട്ടത് ഈ സിനിമയിലൊക്കെ? അല്ല, ഐ മീൻ എങ്ങനെയാണ് ഇതിനൊക്കെ ഒരു എൻട്രി? എങ്ങനെയാണ്? പണ്ട് കോവിഡ് ടൈം വരുന്നപ്പോഴാണ് ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്തിട്ട് പിന്നെ കുറേ പ്രോഗ്രാംസുകൾ ചെയ്യും. അങ്ങനെയാണ് പിന്നെ കോൾസ് മെല്ലെ മെല്ലെ വന്നു തുടങ്ങി. തെലുഗു തമിഴ് നിന്നാണ് കൂടുതലും വന്നേക്കണേ. അന്ന് മലയാളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഔട്ടായപ്പോൾ നമ്മളുണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് മലയാളം വന്നപ്പോൾ ഞാൻ തെലുഗുവിൽ ഒരു 1 year ആയിട്ട് അവിടെ കമ്മിറ്റ്മെന്റ് കൊടുത്തേക്കായിരുന്നു. അതുകൊണ്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അല്ലാതെ ഞാൻ ചെയ്യാതെ ഇരുന്നിട്ടില്ല മലയാളം. അങ്ങനെയാണ്. പിന്നെ അവിടെയും ഇവിടെയും ചെയ്യാറുണ്ട് തെലുഗും തമിഴും. മലയാളം ഇപ്പോഴേക്കും ചെയ്യാനായിട്ട് അങ്ങനെ ഒരു അവസരം വന്നിട്ടില്ല. വരുമ്പോൾ എന്തായാലും ചെയ്യും.